കരുണാമയനായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 32-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എന്റെ അകൃത്യം ഞാൻ മറച്ചുവെച്ചില്ല. എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാം എത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും, പാപം ചെയ്യുന്ന ശീലമുള്ള വ്യക്തിയാണെങ്കിൽ ദൈവവുമായി അകൽച്ചയുണ്ടാവുകയും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 2-ാം തിരുവചനം വ്യക്തമാക്കുന്നു: നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല. സ്നേഹമുള്ളവരെ, മനഃപൂർവമായ അനുസരണക്കേടിന്റെ ലംഘനമാണ് പാപം. ആദ്യ മാതാപിതാക്കളോട് ദൈവമായ കർത്താവ് പറഞ്ഞു: നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. ദൈവമായ കർത്താവ് പറഞ്ഞത് അവർ അനുസരിക്കാതെ പാപം ചെയ്തതുകൊണ്ട് അനുസരണക്കേടിന്റെ ലംഘനമായി മാറി പാപം. പാപത്തിന്റെ പരിണത ഫലമാണ് അകൃത്യം. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 7-ാം തിരുവചനം വ്യക്തമാക്കുന്നു: ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു, അവർ മരിക്കുകയും ചെയ്തു. ഞങ്ങൾ അവരുടെ അകൃത്യങ്ങൾ വഹിക്കുന്നു. സ്നേഹമുള്ളവരെ, പാപം ചെയ്യുന്നവന്റെ പുറകെ അകൃത്യവും കടന്നു വരുന്നു. പാപത്തിന്റെ പരിണത ഫലമാണ് അകൃത്യം. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളും പിതാക്കന്മാരുടെ പാപങ്ങളും മറച്ചുവെക്കാതെ അവ കർത്താവിനോട് ഏറ്റുപറയുകയും യേശു കുരിശിൽ മരിച്ചതോടെ എന്റെ പാപങ്ങൾ ഇല്ലാതാകുകയും ചെയ്തു എന്ന് വിശ്വസിക്കുക. കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. തിരുവചനം നമ്മോട് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ യേശു മായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, നമ്മുടെ പഴയ മനുഷ്യനെ ദൂരെ എറിയുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കുകയും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് തിരുവചനം ഇന്ന് നമ്മൾ കേട്ടത്: എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എന്റെ അകൃത്യം ഞാൻ മറച്ചുവെച്ചില്ല. എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. നമുക്ക് കർത്താവിനോട് മാപ്പ് ചോദിക്കാം. നമ്മുടെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കും. സ്നേഹമുള്ളവരെ, നാം എപ്പോഴെങ്കിലും ദൈവത്തെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് കൊടുക്കേണ്ട സമയം പാഴാക്കി കളഞ്ഞു, നാം നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരികെ വരാം. അവിടുത്തെ മുമ്പിൽ നമ്മുടെ ഹൃദയം നമുക്ക് തുറക്കാം. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് കർത്താവിനോട് പറയാം: കർത്താവേ, അങ്ങ് എന്നോട് ഒന്ന് ഇടപെടണമേ, ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണമേ, എൻ്റെ ആത്മാവിൽ അങ്ങ് കടന്നു വരണമേ. ആഴത്തിൽ എന്നോടൊന്നിടപെടണേ യേശുവേ, ആത്മാവിൽ എന്നോടൊന്നിടപെടണേ. ഓ ഗ്ലോറി ജീസസ്. ആഴത്തിൽ എന്നോടൊന്നിടപെടണേ, ആത്മാവിൽ എന്നോടൊന്നിടപെടണേ. കർത്താവേ, ആരിലും ആരിലും ശക്തനായ കർത്താവേ, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും നിറപ്പെടണേ. ആത്മാവിലെന്നോടും നിറപ്പെടണേ. സ്നേഹമുള്ളവരെ, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ യേശു വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് യേശു ചുമന്നത്. തിരുവചനം വ്യക്തമാക്കുന്നു: എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി.
നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. കർത്താവേ, ആത്മാവിനായി ദാഹിക്കുന്നേ, മാന്യത്തോടിനായി കാംക്ഷിക്കുമ്പോ ആത്മാവിനായി ദാഹിക്കുന്നേ. ജീവനീരെനിക്ക് ഞങ്ങളങ്ങയുടെ ദാനമാണ് കർത്താവേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ജീവനീരെനിക്ക് ഇടണേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ആരിലും ശ്രേഷ്ഠമായ കർത്താവേ, ശ്രേഷ്ഠമായി ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. സ്നേഹമുള്ളവരെ, നമുക്ക് അവിടുത്തെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം. നമുക്ക് വിശ്വാസിയാകാം, ദൈവത്തിൽ ആശ്രയിക്കാം. അവിടുത്തോട് നാമോ നമ്മുടെ പൂർവികരോ ചെയ്ത സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് നമുക്ക് മാപ്പ് ചോദിക്കാം. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. പാഴായി പോയ ഒരു മൺപാത്രമാണ് കർത്താവേ ഞാൻ. എന്നെ ശുദ്ധീകരിക്കുവാൻ എന്നിലേക്ക് കടന്നു വരണമേ. നമ്മുടെ ആത്മാവിനെ സമർപ്പിച്ച് നമ്മളോട് കരുണയാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പാഴായി പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണേ. ഓ യേശുവേ, പാഴായി പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണേ. കുശവൻ കയ്യിലേകുന്നിതാ, ഒരു മാനപാത്രമായി മാറ്റിടണേ. കുശവൻ കയ്യിലേകുന്നിതാ, ഒരു മാനപാത്രമായി മാറ്റിടണേ. ആരിലും ശ്രേഷ്ഠമായ കർത്താവേ, ആരിലും ശക്തനായ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് തിരിച്ചു വരും. ഓ ഗ്ലോറി ജീസസ്. യേശുവേ, ആഴത്തിലെന്നോടും ഇടപെടണേ. ഹല്ലേലൂയ. ആത്മാവിലെന്നോടും ഇടപെടണേ. കർത്താവേ, ആഴത്തിലെന്നോടും ഇടപെടണേ. ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ സകലതും കർത്താവേ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സകല കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെല്ലാം കർത്താവെ കഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുമുറിവിനാൽ സൗഖ്യമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ സൗഖ്യരാക്കണമേ കർത്താവേ. യേശുവേ, ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ കർത്താവെ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകണമേ. ഞങ്ങളുടെ ശരീരത്തെ, ആത്മാവിനെ, മനസ്സിനെ, ആന്തരിക കർത്താവെ മനുഷ്യനെ, ബാഹ്യ മനുഷ്യനെ കഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ഗ്ലോറി ജീസസ്. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കുകയും അതിനുത്തരം നൽകുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.